ഇവിടെ നിന്നും 200 മീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് പ്രസിദ്ധമായ കരിമാടിക്കുട്ടൻ പ്രതിമയുടെ അടുത്ത് എത്തിച്ചേരാൻ സാധിക്കും. കരിമാടിത്തോടിന്റെ കരയിലാണ് പ്രസിദ്ധമായ ഈ ബുദ്ധപ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ഒരു കാലത്ത് നമ്മുടെ കേരളത്തിൽ ബുദ്ധമതം വളരെയധികം പ്രചരിച്ചിരുന്നു. അതിന്റെ സൂചനയാണ് കരിമാടിക്കുട്ടൻ പ്രതിമ. ഈ ശില്പം 9-ാം നൂറ്റാണ്ടിനും 14-ാം നൂറ്റാണ്ടിനും ഇടയിൽ നിർമ്മിക്കപ്പെട്ടതാണ്. പിന്നീട് 1930-കളിൽ കരിമാടിത്തോടിൽ നിന്നും ഉപേക്ഷിച്ച നിലയിലാണ് ഈ പ്രതിമ കണ്ടെടുക്കുന്നത്. ഇപ്പോൾ കേരള സർക്കാരിന്റെ കീഴിൽ സംരക്ഷിത സ്മാരകമാണ്. ചരിത്ര സ്മാരകമായ ഈ പ്രതിമയുടെ ഒരു കൈ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ചരിത്ര അന്വേഷികളും ടൂറിസ്റ്റുകളും ഉൾപ്പെടെ ധാരാളം ആളുകൾ ദിനംപ്രതി ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. കരിമാടിക്കുട്ടൻ എന്നാൽ കരിമാടിയിലെ ആൺകുട്ടി എന്നാണ് അർത്ഥമാക്കുന്നത്. 1965-ൽ ദലൈലാമ കരിമാടി സന്ദർശിച്ചിരുന്നു. അതിനുശേഷം നിർമ്മിച്ച പഗോഡയിലാണ് ഇപ്പോൾ ബുദ്ധവിഗ്രഹം സംരക്ഷിക്കുന്നത്. അത്ഭുതകരമായ രോഗശാന്തി നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം ഇന്ത്യയിലുടനീളവും ലോകത്തെമ്പാടുമുള്ള തീർത്ഥാടകരെ ആകർഷിക്കുന്നു. കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ, കരുനാഗപ്പള്ളി താലൂക്കുകളിൽ നിന്നും ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര, അമ്പലപ്പുഴ താലൂക്കുകളിൽ നിന്നും കിട്ടിയിട്ടുള്ള അസംഖ്യം ബുദ്ധവിഗ്രഹങ്ങൾ കേരളത്തിൽ ബുദ്ധമതത്തിനുണ്ടായിരുന്ന വമ്പിച്ച പ്രചാരത്തെയാണ് കാണിക്കുന്നത്.